ആദ്യം ഒരു ചെറിയ കമ്പാരിസൺ പറയാം. ഒരു ചിത്രത്തിന് മികച്ച അഭിപ്രായം ലഭിച്ചാൽ അത് ബോക്സ് ഓഫീസിൽ എങ്ങനെ പ്രകടമാകുന്നു എന്നത് കഴിഞ്ഞ ദിവസവും ഇന്നേ ദിവസവും നമ്മൾ കാണുകയാണ്. അതിരടി എന്നൊരു സിനിമ കഴിഞ്ഞ ദിവസം ഇറങ്ങിയപ്പോൾ ഗംഭീര അഭിപ്രായം നേടിയപ്പോൾ ബുക്ക് മൈ ഷോയിൽ ആ ചിത്രത്തിന് ലഭിക്കുന്ന ടിക്കറ്റ് ബുക്കിംഗ് മണിക്കൂറിൽ 12Kക്ക് മുകളിലേക്ക് സഞ്ചരിച്ചിരുന്നു. ഗംഭീര രീതിയിൽ പെർഫോം ചെയ്യുമ്പോഴും മറ്റൊരിടത്ത് ദൃശ്യം 3 എന്നൊരു സിനിമ അഡ്വാൻസ് ബുക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ബുക്കിംഗ് ഏതാണ്ട് 2Kക്ക് അടുത്താണ് മണിക്കൂറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും ഒരു കൂട്ടം പ്രേക്ഷകർ വന്ന് പറഞ്ഞു ദൃശ്യം 3ക്ക് ഇതൊരു വെല്ലുവിളിയായി മാറും എന്നത്. എന്നാൽ ദൃശ്യം 3 ഇറങ്ങാൻ ഇനിയും സമയമുണ്ടെന്ന് നമ്മൾ പറയുകയുണ്ടായി. ചിത്രം വരാൻ പോകുന്നതേ ഉള്ളൂ. എന്നാൽ ഇന്നേ ദിവസം തമിഴകത്ത് നിന്നും സൂര്യയുടെ കറുപ്പ് എന്നൊരു ചിത്രം എത്തിയിരിക്കുകയാണ്. ചില റിലീസ് പ്രോബ്ലങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ ഇന്നേ ദിവസം എത്തിയ ചിത്രത്തിന് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴേ ഗംഭീര അഭിപ്രായം ലഭിക്കുകയും ചെയ്തു. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ ചിത്രത്തിന്റെ പ്രകടനം ബോക്സ് ഓഫീസിൽ പ്രകടവുമായി. അത് ബുക്കിംഗ് പോയിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ്. മണിക്കൂറിൽ 35Kക്ക് മുകളിലുള്ള ടിക്കറ്റ് സെയിലാണ് ബുക്ക് മൈ ഷോയിലൂടെ കറുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ചാലും ആ ഒരു റേഞ്ച് കാണാം. അതാണ് ആ കമ്പാരിസൺ. ചിത്രം വന്ന് അഭിപ്രായം അറിയുന്നത് അനുസരിച്ച് ചിത്രത്തിന്റെ ബുക്കിംഗ് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ദൃശ്യം 3 എന്ന സിനിമ അഡ്വാൻസ് ബുക്കിംഗ് ഏതാണ്ട് 11 ദിവസം മുമ്പേ തന്നെ തുടങ്ങിയിട്ടുണ്ട്. പല തിയേറ്ററുകളും ഫാസ്റ്റ് ഫില്ലിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആദ്യത്തെ ദിവസം നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥ വരുമെന്ന് സാരം. എങ്ങാണം ഗംഭീര അഭിപ്രായമാണ് വരുന്നതെങ്കിൽ പിന്നെ പണ്ട് പുലിമുരുകന് ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥ പറഞ്ഞ് പ്രേക്ഷകർ ക്യാമറകൾക്ക് മുന്നിൽ എത്തിയ ഒരു രീതിയുണ്ടല്ലോ, അത് ഒന്നുകൂടി ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെ പോട്ടെ, കറുപ്പ് എന്ന ചിത്രം എങ്ങനെയുണ്ട്? RJ ബാലാജി എന്ന സംവിധായകന്റെ ഫാന്റസി ലോകം തന്നെയാണ് കറുപ്പിലൂടെ വീണ്ടും സൃഷ്ടിച്ചിരിക്കുന്നത്. RJ ബാലാജി നേരത്തെയും മൂക്കുത്തിയമ്മൻ പോലുള്ള ഫാന്റസി ലോകത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയിരുന്നു. അതേ പരിപാടി തന്നെയാണ് കറുപ്പിലൂടെ കൊണ്ടുവന്നത് എങ്കിലും നടിപ്പിൻ നായകൻ സൂര്യയുടെ കംബാക്ക് എന്ന് തന്നെയാണ് ആരാധകരുടെ പക്ഷം. വീണ്ടും അത് കറുപ്പിലൂടെ സംഭവിച്ചിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. തമിഴ് സിനിമയിൽ കൊടുകുത്തി വാഴുന്ന പല സംവിധായകരും വന്ന് പരാജയപ്പെട്ടിടത്ത് താരതമ്യേന വളരെ കുറച്ച് സിനിമകൾ മാത്രം ചെയ്തിട്ടുള്ള RJ ബാലാജി വിജയിച്ചു കയറുന്ന സുന്ദര കാഴ്ചയാണ് കാണുന്നത്. ഒരു 8-10 വർഷം മുമ്പ് സൗത്ത് ഇന്ത്യയിൽ ഒട്ടാകെ സൂര്യ ഉണ്ടാക്കിയ ആ ഓളം തിരിച്ചുകൊണ്ടുവരുന്ന മനോഹര കാഴ്ച കാണാമെന്നും അവർ പറയുകയാണ്. സിനിമ തുടങ്ങിയ നിമിഷങ്ങൾ കൊണ്ട് തന്നെ പ്രേക്ഷകരെ ആ കഥയുടെ ലോകത്തേക്ക് വലിച്ചിടുകയാണ് സംവിധായകൻ. അവിടെയൊന്നും ഒരു തരത്തിലും ബോറടിപ്പിക്കാതെ എൻഗേജിംഗ് ആയി കഥ പറഞ്ഞുകൊണ്ട് കൊമേഴ്ഷ്യൽ എന്റർടൈനർ എന്നതിനോട് 100% നീതി പുലർത്തുന്ന മേക്കിംഗ്. സിനിമയിലെ ഫാന്റസി പോർഷൻസ് ഒക്കെ അതിമനോഹരമായി തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനൊപ്പം സൂര്യയുടെ മാസ്മരിക പ്രകടനവും. എന്തൊരു സ്വാഗാണ് അയാൾ സ്ക്രീനിൽ കാണിക്കുന്നതെന്ന് ആരാധകർ പറയുകയാണ്. RJ ബാലാജി അറിഞ്ഞു തന്നെ ഇത്തവണ ചെയ്തു വെച്ചിട്ടുണ്ട്. ലോജിക്കൊക്കെ മാറ്റിവെച്ച് പക്ക ഫാന്റസി വൈബിൽ കാണാവുന്ന ഒരു ഗംഭീര പടം തന്നെയാണ് കറുപ്പ്. മലയാളികളും ലോകത്തെമ്പാടുമുള്ള തമിഴ് സിനിമ ആരാധകരും ഒരുപോലെ കാത്തിരിക്കുന്ന ഒരു വലിയ കംബാക്കാണ് സൂര്യയ്ക്ക് RJ ബാലാജി കറുപ്പിലൂടെ കൊടുത്തിരിക്കുന്നതെന്ന് ആരാധകർ അടിവരയിട്ട് തന്നെ പറയുന്നുണ്ട്. എന്നാൽ ആരാധകർക്ക് ഈ കറുപ്പ് എന്ന സൂര്യ ചിത്രം ഇഷ്ടപ്പെടുമ്പോൾ മറ്റൊരു ഭാഗം പ്രേക്ഷകർക്ക് ഇതൊട്ടും കണക്ട് ആകാത്ത രീതിയിലുള്ള അഭിപ്രായം വന്നു കഴിഞ്ഞു. RJ ബാലാജി സംവിധാനം ചെയ്ത സൂര്യ ചിത്രം കറുപ്പ് ശരാശരിക്ക് താഴെ നിൽക്കുന്ന ഒരു സിനിമാ അനുഭവമായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. ഒരു നല്ല ഫാന്റസിയും ആയില്ല, നല്ലൊരു ആക്ഷനും ആയില്ല എന്നവർ പറയുന്നു. തങ്ങൾക്ക് ഒട്ടും കണക്ട് ആകാത്ത ഒരു സിനിമാ അനുഭവമായിരുന്നു കറുപ്പെന്നാണ് അവർ പറഞ്ഞത്. ട്രെയിലർ തന്നെ ഇഷ്ടമായില്ലായിരുന്നു, ഒപ്പം സിനിമയും ഇഷ്ടമായിട്ടില്ല. കേന്ദ്ര കഥാപാത്രമായി സൂര്യ മോശമില്ലാത്ത പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ആക്ഷൻ സീനുകളൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷേ സൂര്യയുടെ പ്രകടനത്തിൽ എന്തോ ഒന്ന് കുറവാണ്. സൂര്യയേക്കാൾ സിനിമയിൽ പിന്നെയും നന്നായത് ബാലാജിയാണ്. ട്രെയിലറിൽ കണ്ടപ്പോൾ ബാലാജി ബോറായി തോന്നി, പക്ഷേ സിനിമയിൽ നല്ലതാണ്. ദൃശ്യ മികച്ച പ്രകടനമാണ് സിനിമയിൽ കാഴ്ചവെക്കുന്നത്. നട്ടി സുബ്രഹ്മണ്യവും കിടിലൻ നടനാണ്. മലയാളത്തിൽ നിന്നും നിരവധി ആക്ടേഴ്സ് ഉണ്ട്. ഇന്ദ്രൻസ് സ്റ്റാൻഡ് ഔട്ട് പെർഫോമൻസ് ആയിരുന്നു. അനഘയും നന്നായി, സ്വാസികയും തന്റെ വേഷം മികച്ചതാക്കി. ഉണ്ണിമായ പ്രസാദ് ഒരു സർപ്രൈസ് കാസ്റ്റിംഗ് ആയിരുന്നു. അഭിനേതാക്കളെല്ലാം തങ്ങളുടെ റോളുകൾ ഗംഭീരമാക്കി. പക്ഷേ എന്തോ കുറവുണ്ട്. സായി അഭയങ്കർ നൽകിയ പശ്ചാത്തല സംഗീതവും പാട്ടുകളും വളരെ നല്ലത് തന്നെയാണ്. സീൻസ് ഒക്കെ എലിവേറ്റ് ചെയ്യാൻ തന്റെ BGM കൊണ്ട് അദ്ദേഹം കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ സീനുകൾ എല്ലാം പക്ക ഫ്ലാറ്റ് ആണ്. GK വിഷ്ണു ഒരുക്കിയ ഫ്രെയിം കുഴപ്പമില്ല. മൊത്തം സെറ്റിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആകെ മൊത്തത്തിൽ ഒരു പക്ക RJ ബാലാജി പടവും ആയില്ല, പക്ക സൂര്യ പടവും ആയില്ല. ഒരു അവിയൽ പരുവത്തിലുള്ള സിനിമയായിട്ടാണ് ഫീൽ ചെയ്തതെന്ന് മറ്റൊരു വിഭാഗം പ്രേക്ഷകർ തന്നെ പറയുകയും ചെയ്തു. തുടക്കവും ആദ്യ പകുതിയും ഒക്കെ ഒരു വെറൈറ്റി പോലെ തോന്നിയെങ്കിലും പിന്നെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന പോലെയാണ് അനുഭവപ്പെട്ടത്. കയ്യടി കിട്ടാൻ കുറെ റെഫറൻസുകളൊക്കെ കുത്തിക്കയറ്റിയിട്ടുണ്ട്. ഒരു മാസ് എന്റർടൈനർ ആസ്വദിക്കാനുള്ള മൂഡിൽ തന്നെയാണ് സിനിമ കണ്ടത്. പക്ഷേ അത് തനിക്ക് ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ വൻ പോസിറ്റീവ് കാണുന്നുണ്ട്, പക്ഷേ എന്തോ വർക്കായില്ല എന്നാണ് മറ്റൊരു പ്രേക്ഷകൻ പങ്കുവയ്ക്കുന്നത്. എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് ഒരു വിഭാഗം പ്രേക്ഷകർ അഭിപ്രായം പറഞ്ഞപ്പോൾ മാസ് ഓഡിയൻസിന് കറുപ്പ് എന്ന സിനിമ വർക്കായി എന്നതാണ് എടുത്തു പറയേണ്ടതും. മാസ് ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടാൽ സിനിമ കയറി കൊളുത്തുമല്ലോ. അങ്ങനെ കൊളുത്തി എന്ന് തന്നെയാണ് കറുപ്പിന്റെ മാസ് ഓഡിയൻസ് റെസ്പോൺസ് പറയുന്നത്. ആരാധകർക്ക് എന്തായാലും ആഘോഷിക്കാനുള്ള എല്ലാ സാധനവും ഇതിലുണ്ട്. സൂര്യ ആരാധകർക്ക് സൂര്യയുടെ കംബാക്ക് തന്നെയാണ് കറുപ്പ് എന്ന ചിത്രം. കാരണം തിയേറ്ററിൽ കണ്ട് ആഘോഷിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഇതിൽ ചേർത്തിട്ടുണ്ട്. എന്നാൽ സീരിയസ് ആയി സിനിമയെ സമീപിക്കുന്ന ചിലർക്കൊക്കെ കറുപ്പിൽ വിമർശനം പറയാൻ ഉണ്ടെന്ന് കാണാനാകും. അങ്ങനെ മിക്സഡ് റെസ്പോൺസ് അല്ലെങ്കിലും ചിലയിടത്തുനിന്നും മിക്സഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്നാലും മാസ് ഓഡിയൻസ് കറുപ്പ് എന്ന ചിത്രം ഏറ്റെടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഫിലിംസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വർക്കാകും.